അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും മദീനയിലേക്കുള്ള ഹിജ്റ യാത്രയിൽ സമർത്ഥനായ ഒരു വഴികാട്ടിയെ കിട്ടി. അബ്ദുള്ള ബിൻ ഉറൈഖിത്ത് എന്ന് പറഞ്ഞ ആളായിരുന്നു അദ്ദേഹം മുസ്ലിമല്ല, മുശ്രിക്കായിരുന്നു. മുശ്രിക്കായ ഒരാളെ ഇത്രയും ഭീതി നിറഞ്ഞ, ഇത്രയും ജാഗ്രമായ ഒരു യാത്രയിൽ വഴികാട്ടിയായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബുദ്ധിയാണോ എന്ന് ചിന്തിക്കും, ചിലരെങ്കിലും ചോദിക്കും. അവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? അദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശം ഇന്നതാണ്, അപകടമില്ലാതെ ഞങ്ങളെ മദീനയിലെത്തിക്കണം. അതിന് നിനക്ക് കഴിയുമോ? ഞങ്ങളുടെ രഹസ്യം സംരക്ഷിതമായിരിക്കണം, ഞങ്ങളുടെ വഴി സംരക്ഷിതമായിരിക്കണം, അതിനെല്ലാം നിനക്ക് കഴിയുമോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കഴിയും, ഞാൻ സമ്മതിച്ചു. പിന്നെ അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, മുസ്ലിമാണെങ്കിലും മുശ്രിക്കാണെങ്കിലും ഒക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, അവരൊരു വാക്ക് തന്നാൽ അതവർ പാലിക്കും. അത് പ്രധാനമാണ്. അത് അബ്ദുള്ള ബിൻ ഉറൈഖത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, മറിച്ച് എല്ലാവരുടെയും പ്രത്യേകതയാണ്. ചില മാന്യതകളുണ്ടായിരുന്നു. ആ മാന്യതകൾ അവരെന്ത് വില കൊടുത്തും സംരക്ഷിക്കും, സൂക്ഷിക്കും. അതവരുടെ വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ ഹിജ്റ യാത്രയിൽ തന്നെ ഒരാൾ അബൂജഹലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ മുഹമ്മദിൻ്റെ വീടൊക്കെ വളഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ കാത്തു നിന്നത് എന്തിനാ? മക്കയിൽ നിങ്ങളാണല്ലോ വലിയ ശക്തി, നിങ്ങളുടെ തീരുമാനമാണല്ലോ തീരുമാനം. നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരച്ച് കയറിക്കൂടായിരുന്നു? മുഹമ്മദിനെ കയ്യോടെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ. അതിന് അബൂജഹൽ പറയുന്ന മറുപടി, അബൂജഹല പറയുന്നത്, ഇത്രയും വലിയ ശത്രുവായ, ഇത്രയും വലിയ ശത്രുതയുടെ ആളായ അബൂജഹല പറയുന്നത്, അത് ഞാൻ മുഹമ്മദിൻ്റെ പെൺമക്കളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു കളഞ്ഞു എന്ന് ജനങ്ങൾ പറയില്ലേ, അത് ഭയന്നിട്ടാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രംഗങ്ങളിൽ പോലും അറബികൾക്ക് അത്തരം മാന്യതകളൊക്കെ വളരെ പ്രധാനമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അബ്ദുള്ള ബിൻ ഉറൈഖത്തിനെ അവർ ചട്ടം കെട്ടി. സമയം, പുറപ്പെടാനുള്ള സമയം, എത്തിച്ചേരാനുള്ള സ്ഥലം, ഇതെല്ലാം അവർ പറഞ്ഞു ഉറപ്പിച്ചു. അവർ പറഞ്ഞ സമയത്തും സ്ഥലത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരത്തെ തയ്യാറാക്കി തൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന 2 വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളുമായി അദ്ദേഹം എത്തും എന്നാണ് തീരുമാനം. അതേസമയം ഇനി യാത്രക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആമിർ ബിൻ ഫുഹൈറ നബിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ആവശ്യമായ പാൽ കൊണ്ടുവന്നിരുന്നു, ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് പ്രയാസമില്ല. പക്ഷേ ഇനിയുള്ള യാത്ര ഏതാണ്ട് 400 മൈൽ അകലേക്കുള്ള യാത്രയാണ്. ഇത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം വേണം. അതാണ് യാത്രക്കാർ സാധാരണ ചെയ്യാറുള്ളത്. അതവർ ഭാണ്ഡമായി കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. ആ ഭക്ഷണം തയ്യാറാക്കിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹയായിരുന്നു. അവർ ഭക്ഷണമൊക്കെ തയ്യാറാക്കി, എന്നിട്ട് പാത്രത്തിലോ, പാത്രം ആകാനുള്ള സാധ്യതയില്ല, എന്തോ ഒരു തുണിയിലോ മറ്റോ, ഏകദേശം ഡ്രൈ ആയ ഭക്ഷണങ്ങളാണ് അവർക്ക് വേണ്ടതും അതാണ് കൊണ്ടുപോകേണ്ടതും. അതൊക്കെ അവർ തയ്യാറാക്കി, അതിന് സൂക്ഷ്മമായി അവരുടെ അടുത്ത് എത്തിക്കണം. അതിനു വേണ്ടി കെട്ടാൻ നോക്കുമ്പോൾ ഒരു കയറ് കാണുന്നില്ല. നമുക്കിന്നത് പറയുമ്പോൾ വലിയൊരു അത്ഭുതം തോന്നിപ്പോകും. ഒരു കയറല്ലേ, അതേത് വീട്ടിലാണ് ഉണ്ടാവാതിരിക്കുക? പക്ഷേ അവിടുത്തെ വീടുകൾ, ആ വീട്ടിൻ്റെ ഉള്ളിലെ അവരുടെ ജീവിത സംസ്കാരം, ഇതെല്ലാം ഒരുപാട് വ്യത്യസ്തമായിരുന്നു.
അതുകൊണ്ട് തന്നെ അവിടെ കയറ് കിട്ടിയില്ല. അവസാനം അവരെന്ത് ചെയ്തോരോ, ഒരുപാട് സമയം കയറ് തിരഞ്ഞ് കളയാനും പറ്റില്ല, കാരണം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരുപാട് വീടുകളിൽ പോയി കയറ് ചോദിക്കാനും വഴിയില്ല. സ്ത്രീയായ നിനക്കെന്തിനാ കയറ് എന്ന് ചോദിച്ചാൽ കാര്യം പറയേണ്ടി വരും, അത് പറയാനും കഴിയില്ല, ഇത് അതീവ രഹസ്യമാണ്. അതുകൊണ്ട് അവസാനം അവർ തൻ്റെ അരയിൽ കെട്ടുന്ന മുണ്ട്, അറബി സ്ത്രീകളുടെ, പ്രത്യേകിച്ചും പൗരാണിക അറബി സ്ത്രീകളുടെ വേഷത്തിൽ അങ്ങനെ ഒന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അതായത് അവർ അരയിൽ ഒരു കെട്ട് കെട്ടാറുണ്ട്. ആ അരയിലെ കെട്ട് അവരെടുത്തിട്ട് അത് രണ്ടായി മുറിച്ചു, എന്നിട്ട് അതുകൊണ്ടാണ് കെട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ ദാത്തുൻ നിതാഖൈൻ, രണ്ട് ദുപ്പട്ടയുള്ളവർ എന്ന് വിളിക്കപ്പെടാറുണ്ടായിരുന്നു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹായുടെ ഭക്ഷണത്തിൻ്റെ ഭാണ്ഡവുമെത്തി. ഒപ്പം അബ്ദുള്ള ബിൻ ഉറൈഖിത്ത് എന്നവർ വാഹനങ്ങളുമായി പറഞ്ഞുറപ്പിച്ച സ്ഥലത്തെത്തി. ഇനി ഈ യാത്ര തുടങ്ങുകയാണ്, മഹാനായ നബിയുടെ ഹിജ്റ യാത്ര. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.